ശരിയല്ലേ? നിങ്ങൾ പറ. ഇതൊരു സ്പെഷ്യൽ മീറ്റാ. ചിക്കൻ അല്ല, നീ മേടിക്കുമല്ലേ? ബീഫ് അല്ല, പിഗ് അല്ല. സ്റ്റൂവിന് വെക്കുന്നത് പോലെ തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കണില്ല കേട്ടോ. ഇങ്ങനെയല്ല ചെയ്യണേന്ന് പറഞ്ഞ അങ്ങനെയല്ല, ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ചെയ്തു. അതെ, അത്രയോ. എന്റെ കയ്യിൽ നിന്ന് ചുട്ടത് കിട്ടും, ചുട്ട് മറിഞ്ഞത്. നമുക്ക് അപ്പവും ഇതും കൂടെ മേശയിലേക്ക് വെക്കാം. വാ പോരെ. അരികെ മുരിഞ്ഞിരിക്കുന്ന അപ്പം ഇവിടെ വേണം. ചേടത്തിയാരുടെ അപ്പത്തിന്റെ പരിസരത്ത് എത്തി തുടങ്ങണേ ഉള്ളെന്ന് ചൂടുള്ളത്. എനിക്ക് കുടിക്കാൻ അമ്മ എടുത്തു വെച്ചിരുന്നു കേട്ടോ. അത് പച്ചത്തേങ്ങയുടെയാ. 2 പച്ചത്തേങ്ങ ഉണ്ട്. ഒരെണ്ണം അപ്പത്തിനെടുക്കണം, ഒരെണ്ണത്തിന്റെ പകുതി മുറി കറിക്ക് എടുക്കണം. പകുതി മുറി ഉണങ്ങിയതും കൂടെ കറിക്ക് ചേർക്കണത്, ഫുൾ അത് ചേർക്കണില്ല കേട്ടോ. അപ്പൊ പെട്ടെന്ന് പ്ലാൻ ചേഞ്ച് ചെയ്തതാണ് ഞാൻ. കറി ഉദ്ദേശിച്ചത് അപ്പത്തിന് വേറെ കറിയാ. അപ്പൊ നീ പറഞ്ഞ ആ കറി എപ്പോഴും കാണിക്കണം, അതുകൊണ്ട് അത് വേണ്ട, വേറൊന്നും ചെയ്യാന്ന്. വേറൊന്നും ചെയ്യാൻ തീരുമാനിച്ചു. ഇതേ തവയില ചീനിച്ചട്ടിയില് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. ഇച്ചിരി വെളിച്ചെണ്ണ വേണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് പെട്ടെന്ന് അമ്മ ചെയ്യണേ. തക്കോലത്തിന്റെ ഒരു സ്വല്പം. ഇത് ബിരിയാണിക്ക് ഉണ്ടാക്കാൻ പോവാണ്. കറുവപ്പട്ട, ഏലക്ക, അതൊന്ന് ചൂടായി കഴിയുമ്പോ ഇത് നമ്മുടെ സെറാമുളക് അല്ലേ അതിന്റെ പേര്. ആ മുളക് കേട്ടോ, പഴുത്തു കിടന്ന് പഴുത്തു. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തീർന്നു പോയത് കൊണ്ട് ഇത് അരച്ച് തന്നെ എടുക്കാനുള്ളതാ ഓൾറെഡി മസാല. അതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുക കേട്ടോ. വലുതാക്കിയ ഇഞ്ചി അരിഞ്ഞിട്ടേക്കണം, കാരണം ഫുൾ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുമല്ലോ. അത് ചേർത്തേക്ക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ സവോള ഇതിൽ വഴറ്റിയെടുക്കണം. സവോളയും ഈ പച്ചമുളകും ഈ ടൊമാറ്റോയും കൂടെ വഴറ്റി അരച്ചെടുക്കണം. ടൊമാറ്റോ അതുകൂടിയാണ് വഴറ്റാൻ പോണേ. അമ്മയുടെ കസ്റ്റഡിയിലായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ പലതും നടക്കും, സംഭവിച്ചോന്നിരിക്കും. അതിശയോക്തി ഇല്ല അല്ലേ? അതെ. സവോള ഇട്ടേ, പച്ചമുളക് എന്ന് പറയാമല്ല, പഴുത്ത മുളക് അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ എല്ലാവർക്കും അറിയാം ടൊമാറ്റോ ചേർക്കേണ്ട പരി എപ്പോഴാണ്. ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിനുള്ള മറ്റ് മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് അരച്ചെടുക്കണം. എന്നിട്ട് വേണം കറി മീറ്റ് അതിലേക്ക് ഇട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇതൊരു സ്പെഷ്യൽ മീറ്റാ. ചിക്കൻ അല്ല, നീ മേടിക്കുമല്ലേ? ബീഫ് അല്ല, പിഗ് അല്ല, പോർക്കല്ല. എല്ലാവരും എന്തെങ്കിലും പറഞ്ഞ പോർക്ക് അല്ല. പിന്നെ എന്താണ്? ഡക്കല്ല. പിന്നെ ആകെ ഒരു മീറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ. അല്ല, പല മീറ്റുകളും ഉണ്ട്. മട്ടൺ ഫ്രം ലുലു. അതെ, ഇടപ്പള്ളി ലുലുല മട്ടൺ. ഈ പാകത്തിനെ ടൊമാറ്റോ വെച്ചിരുന്ന മുഴുവത്തോടെയാണോന്ന് ചോദിച്ചില്ല. കഴിയ ടൊമാറ്റോ അരിഞ്ഞു, വേപ്പില, ഒരു പിഞ്ച് വേപ്പില അങ്ങോട്ട് അരയ്ക്കാനുള്ളതാട്ടോ. ഇത് ഒന്ന് ഇതിലേക്ക് കുക്കായി കഴിയുമ്പോ അറിയാലോ പൊടികൾ ചേർക്കണം. അറിയാം. ഇതിന് മുളക് പൊടി ചേർക്കൂല കേട്ടോ. അതിന് പകരമാണ് പച്ചമുളകും കുരുമുളകിന്റെ പൊടിയെ ചേർക്കണം എരിവിന് വേണ്ടി. കുറുമാന്ന് പറഞ്ഞാൽ ശരിക്കും അധികം എരിവില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. പിന്നെ എരിവ് ആവശ്യം, അതൊക്കെ സ്പൈസസും ഇതുമൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. അതുപോലെ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. കട്ടി തേങ്ങാപ്പാൽ എടുക്കുവല്ല, അതിലും നല്ലത് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോ അതിലെ ഒരു സ്വല്പം കാഷ്യൂം കൂടെ ചേർക്കുക. അപ്പൊ നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും കിട്ടും. ഈ സ്റ്റൂവിന് വെക്കുന്നത് പോലെ തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കണില്ല കേട്ടോ. അപ്പൊ നിങ്ങളെ കാണിക്കാതെ മെത്തേഡുകളൊക്കെ കാണിക്കാം. എന്റെ രീതിയിലുള്ള കുറുമയാണ് ഞാൻ തയ്യാറാക്കണേ. ഇപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്യുമ്പോ ഞാൻ പറയാറുണ്ട്, പല രീതിയിൽ പല റെസിപ്പികൾ ചെയ്യാം. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും. പലരും പല വ്യത്യസ്തമായി ഇത് ചെയ്യാറുണ്ട്. ഞങ്ങൾ എപ്പോഴും അങ്ങനെയുള്ള ഐറ്റം ചെയ്യുമ്പോൾ പറയും ഞങ്ങളുടെ രീതിയിലുള്ള റെസിപ്പിയെ തയ്യാറാക്കണമെന്ന് പറയാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ഡിഫറെൻ്റ് ആയിട്ട് പല രീതിയിൽ ചെയ്യായിരിക്കും. അതൊക്കെ അതുകൊണ്ട് നമ്മുടെ രീതിയിലാന്ന് പറഞ്ഞാലും ചിലര് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പറയും, ഇങ്ങനെയല്ല കറി ഉണ്ടാക്കണേന്ന്. അത് ഞാൻ പറയാറുണ്ട്, അങ്ങനെയല്ല. എപ്പോഴും ഓരോ ഭക്ഷണത്തിനും പ്രാദേശികമായ ഡിഫറൻസുകൾ എപ്പോഴും വരും. അതുകൂടാതെ നമ്മൾ ശരിക്കും ഒരു നാടൻ ടച്ചിലാ ചെയ്യണം. അപ്പൊ ചിലപ്പോ വേറെ സ്റ്റൈലൊന്നും അതിലുണ്ടാവും. ഇതിലിപ്പോ ഈ കുറുമയിൽ ചിലപ്പോ കുറെ സ്റ്റൈലായിട്ട് ഉണ്ടാക്കണ മെത്തേഡുകൾ ഉണ്ടാവും. ഞാൻ ആ രീതിയിലല്ല ചെയ്യണം. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയണേ ഞങ്ങളുടെ രീതിയിലുള്ള കറികൾ എന്ന് പറയുന്നത്. വേറെ ഒന്നും ആയിട്ടില്ല, ഞങ്ങളുടെ തനതായ ടേസ്റ്റിൽ. പിന്നെ നീ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും ഓരോ രീതികളുണ്ട്. അപ്പൊ ഞാനത് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയണത് എന്നാന്ന് വെച്ചാൽ, പുതിയ ആൾക്കാരായിരിക്കും നാളെ ഏതാണ്ടൊക്കെ കറി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു ഇങ്ങനെയല്ല
അത് ഞാൻ ഓർക്കണ്ടേ ഏത് കറിയാണ്, പനീർ കറിയോ ഉണ്ടക്കാക്കിച്ചിരി ഇതൊന്നും ഇങ്ങനെയല്ല ചെയ്യണേന്ന് പറഞ്ഞ അങ്ങനെയല്ല, ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ചെയ്തു. ഓക്കെ. ഞാൻ ഒരിക്കലും അത് ഇങ്ങനെയാന്ന് സമർത്ഥിക്കാൻ വിദഗ്ധയല്ല, എന്റെ രീതി ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മൾ പഠിച്ചതും കേട്ട് മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതില് ഞാൻ ആദ്യമേ തന്നെ ഞാൻ പറയും ഞങ്ങളുടെ രീതിയാണ്. പിന്നെ നമ്മളൊരു ഒരു ചായ ഒരു 50 വീടുകളിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ 50 വീട്ടിലും ആ ചായക്ക് വ്യത്യസ്തമായ രുചിയായിരിക്കും. ശരിയല്ലേ? നിങ്ങൾ പറ. കാരണം ഒരേപോലെ ഒരിക്കലും ഒരു ചായ എല്ലാ വീടുകളിലും ഉണ്ടാക്കില്ല, അതിന് ടേസ്റ്റ് വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മള് മനസ്സിലാക്കിയതും കേട്ടുപഠിച്ചതുമായ കാര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോ ഇതിന് ഓരോ വീടുകളിലും വ്യത്യസ്തമായിട്ടായിരിക്കും അവർ ഉണ്ടാക്കുന്നത്. അതെ 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 അതെ, ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതെ അതെ അതെ. അപ്പൊ നമുക്കറിയാവുന്ന രീതി നമ്മൾ ഷെയർ ചെയ്യുന്നു. പക്ഷെ ഇത് വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഇപ്പൊ കുറെ കാലങ്ങളായല്ലോ അമ്മയുടെ ഈ സ്റ്റൂവും കുറുമയും ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പണ്ട് ചിക്കൻ കുറുമ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മള്, നല്ല ടേസ്റ്റാ അത്. പ്രധാനമായിട്ട് മീറ്റായിട്ട് ഞാൻ അങ്ങനെ കുറച്ചത് കൊണ്ട് ഇവിടെ മീറ്റ് മേടിക്കൽ കുറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് കൂടുതലും ഫിഷ് കൂടുതൽ കാണുന്നത്. പിന്നെ അപ്പയ്ക്കും മീറ്റ് അധികം വേണ്ട, ഫിഷ് എപ്പോഴും നൊയമ്പൊന്നും ഇല്ലാത്ത സമയത്ത് കിട്ടിയ താല്പര്യമാണ്. ഓൾമോസ്റ്റ് ഫിഷ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെമ്മീനോ അല്ലെങ്കിൽ ഉണക്കമീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അതാണ് ഞങ്ങളുടെ രീതി. ഓക്കെ. ഇപ്പത്തെ നമുക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. മല്ലിപ്പൊടി. ഷേർലി ചേച്ചിരി ആണോ? ഷേർലി ചേച്ചിരിയാ. മല്ലിപ്പൊടിയും എരിവും മുളക് പൊടിയും പിരിയം മുളക് പൊടിയും ഇപ്പൊ ഷേർലി ചേച്ചിയുടെ സ്ഥിരം യൂസ് ചെയ്യുന്നത്. പിന്നെ സാമ്പാർ പൊടി. ഇതിന് മല്ലിപ്പൊടി കൂടുതൽ ഇടുന്ന ടൈപ്പാ അല്ലേ? അതെ, കുറുമയല്ലേ. കുരുമുളക് പൊടി അതും ആവശ്യത്തിന് ഇടുന്നുണ്ട്. അല്ല, എരിവ് അത്യാവശ്യം എരിവുണ്ട്. സ്വല്പം മഞ്ഞൾപ്പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി കുറച്ച് മതി. ഇനി ഇതൊന്ന് ഇളക്കി പച്ചപ്പ് മാറിക്കഴിഞ്ഞാൽ ഇവനെ തണുക്കാൻ അനുവദിക്കുക. തണുത്തതിന് ശേഷം ഇവന് അരയ്ക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് തേങ്ങയും ചിരണ്ടി എടുക്കാം, മീറ്റ് കഴുകിയെടുക്കാം. മീറ്റേ കഴുകിയെടുക്കണം. പിന്നെ പച്ചപ്പ് പോട്ടെ കേട്ടോ. കുതിർത്താനായിട്ടിരിക്കുന്ന കാഷ്യൂ തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കാം. അത് ശരി. അപ്പൊ എത്ര നേരമായി കുതിർത്താൻ വെച്ചിട്ടൊരു 10-20 മിനിറ്റ് ആയോളൂ. ഇത് മസാല അരിയാൻ വന്നപ്പോഴാണ് കുതിർത്താൻ വെച്ചത്. തേങ്ങ ചിരണ്ടി കഴിയുമ്പോഴത്തേക്കും പാകമായിക്കോളൂ അത്. ഞാൻ ഇതിലേക്ക് മാറ്റണതേ തണുക്കാൻ വേണ്ടിയാട്ടോ. ഈ പിടിച്ചിരിക്കുന്ന പൊടികളെല്ലാം നമുക്ക് തേങ്ങ അരച്ച് കഴിയുമ്പോൾ അരപ്പ് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം വേവിക്കാനായിട്ട്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വേസ്റ്റ് ആവൂല. അടി പിടിച്ചതല്ല കേട്ടോ, അതിൽ പൊടികൾ ഇട്ടപ്പോൾ സ്റ്റീലിന്റെ പാത്രമല്ല, അതിന്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. വെളിച്ചെണ്ണ അധികം ഞാൻ ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അങ്ങനെ പിടിക്കൂല. അപ്പൊ ഞാനത് നിങ്ങളെ മിക്സ് ചെയ്ത് എടുക്കണ കാണിച്ചു തരാം, മനസ്സിലാവും. ഇനി തണുക്കട്ടെ കേട്ടോ. ആ സമയത്തെ മീറ്റ് കഴുകണതിന് മുമ്പ് തേങ്ങ അങ്ങ് ചിരണ്ടിയാലോ. ഞാനൊരു ഫുഡ് കവർ എടുത്ത് മൂടട്ടെ കേട്ടോ. ഒരു മുറി തേങ്ങയാണോ എടുക്കണേ? നോക്കാം എന്തോരം ഉണ്ടെന്നോ. ചിലപ്പോൾ ഇച്ചിരി എടുക്കേണ്ടി വരും കേട്ടോ. നോക്കട്ടെ. മീറ്റ് ഉണ്ടല്ലോ, മീറ്റ് ½ kg ആണോ? അത് ഹാഫാ. റിബ്സ് കാലും മറ്റേത് 400 ആണെന്ന് തോന്നുന്നു. ഏതോ ഒരെണ്ണം 400 ഗ്രാം ഉണ്ട്. 400 ഗ്രാം ഉള്ളത് എടുത്താൽ മതി ഇതിന്. മതിയോ? റിബ്സ് മാറ്റി വെച്ചു വേറെ റോസ്റ്റ് എന്തെങ്കിലും ചെയ്യാം. അത് ഇച്ചിരി അല്ലേ ഉണ്ടാവുള്ളൂ? എന്നാ ബീഫ് ഉണ്ടല്ലോ, അപ്പത്തിനും കിട്ടിയാൽ പോലെ 2 പേർക്കും. എനിക്കത് വേണ്ട, എനിക്ക് കഴിച്ചാൽ ശരിയാവില്ല. അവസാനം നമ്മൾ രണ്ടും എടുക്കാൻ തീരുമാനിച്ചു. അല്ല, ഇത് അധികം ഇല്ല, അതുകൊണ്ട്. കാരണം ഒരെണ്ണം 296 ഗ്രാമും ഒരെണ്ണം 324 ഗ്രാമും ഉള്ളത്. അപ്പൊ രണ്ടും വേണം. ശരിയാവില്ല. അതെ. ഇത് കുറുമയെന്ന് പറയുമ്പോഴേ കഷ്ണം വേണമല്ലോ. അതെ അതെ അതെ. ഒരു പൊട്ട ഇടുന്നുണ്ട്, എന്നാലും ഇറച്ചി കഷ്ണം വേണം. അപ്പൊ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. റിബ്സ് കറിക്കട്ട് നോക്കട്ടെ എങ്ങനെയാണ്. കറിക്കട്ട് മുറിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. ചെറിയ പീസ് തോന്നണം. നീ എടുത്തപ്പോ കണ്ടതല്ലേ, പൈസ പിടിച്ചിരിക്കണോണ്ടാട്ടോ അങ്ങനെ ഇരിക്കണം. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് മെൽറ്റ് ആക്കി വെച്ച് ഞാൻ കളയട്ടെ കേട്ടോ. ഇച്ചിരി ചെറുതാക്കണം, അല്ലെങ്കിൽ വേവാൻ താമസം മതി. ഇച്ചിരി ചില പീസ് തീരെ ചെറുതുണ്ട് കേട്ടോ.
മട്ടനാകുമ്പോൾ വേവ്, പക്ഷേ ലുലുവിലും മട്ടന് വലിയ വേവില്ല. ഇല്ല ഇല്ല, നമ്മൾ പല പ്രാവശ്യം മേടിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ. നല്ല വലിയ പീസാല്ലേ? റിപ്സാ വലുത്. നമുക്ക് പുറത്ത് കൊണ്ടുപോയേ ഇതൊന്ന് വെട്ടി നുറുക്കിയേച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. എന്നിട്ട് വേവിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. പോകാം. പോവാം. നമുക്ക് കഴിവാരി എടുക്കാം. ഇത് ആദ്യം ഉപ്പിട്ടല്ലേ കഴുകുക? അതിനുശേഷം നമ്മൾ കുറച്ച് കൂടുതൽ കുറച്ചല്ല, നന്നായിട്ട് കഴുകിയെടുക്കണം, നീറ്റായിട്ട്. അതേ തണുത്തൂട്ടോ മസാല ഇനി അരച്ചെടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് അരക്കണേ. വെള്ളം എടുക്കാം. ഒരു കാര്യം ചെയ്യാം, ദേ ഇതങ്ങ് കഴുകിയെടുക്കാം. കഴുകിക്കൊണ്ട് വരാം കേട്ടോ. വേഗം കൊണ്ട് അരച്ചോണ്ട് വരട്ടെ കേട്ടോ. വെള്ളം ഒഴിച്ചു ആവശ്യത്തിന്. അത് അരയ്ക്കാനുള്ള വെള്ളം. അതെ, ഇറച്ചിക്ക് ആവശ്യമുള്ള ഉപ്പിട്ടാ. ഉപ്പ് ചേർത്ത്, ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ പിന്നെ ചേർക്കാം നമുക്ക്. ദേ കഴുകിയ കൈ കൊണ്ട് ദേ അരപ്പ് പറയാൻ മറന്നുപോയി. മസാല ഇതിന്റെ കളർ ഈ ഒരു കളറായിരിക്കും. ഈ കളറായിരിക്കും കറിക്കും. ഇച്ചിരി ഇത് വരും തേങ്ങാരപ്പ് ചേർക്കണോണ്ട്. എന്നാലും ഇനി ഇച്ചിരിയോടെ വെള്ളം ഒഴിച്ച് ഇത് കഴുകി എടുക്കണം കേട്ടോ. അതിന് മുമ്പേ ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ ഇറച്ചിയിലേക്ക്. ഉപ്പൊക്കെ പുരട്ടി കഴിഞ്ഞു. ഉപ്പുണ്ട് നന്നായിട്ട്. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകിക്കൊണ്ട് വരട്ടെ. ചീനിച്ചട്ടിയിൽ ഒഴിച്ച് കഴുകി എടുത്ത് ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ, അരയ്ക്കാൻ നേരത്ത് കണ്ടല്ലോ. ഇനിയിപ്പോ ഇതൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് ചെയ്യാം. ഒഴിക്കുവാണേ. ഇത് കരടല്ല കേട്ടോ, അതാ പട്ടയും തക്കോലും ഒക്കെ അതില് ഉള്ളി. മറ്റേത് അരയുമ്പോ അതിങ്ങനെ പൊടിഞ്ഞ പോലെ കിടക്കണതാട്ടോ, കറുത്ത നിറത്തി കിടക്കണത് അതിലുണ്ട്. അതാണ്, വേറെ ഒരു മാലിന്യമല്ല. ഇനിയേ ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചേച്ച് വേഗം ഒരു പൊട്ടറ്റോ കഴുകിക്കൊണ്ട് വരട്ടെ. പൊട്ടറ്റോ ഇതിൽ ചേർത്ത് വേവിക്കണം. പൊട്ടറ്റോ വെന്ത് കലങ്ങി പോണോണ്ട് ഞാൻ തീരെ ചെറുതാക്കിയൊന്നും ഇല്ല കേട്ടോ. ഈ കറുത്ത് കിടക്കണത് തക്കോലോ പട്ടയും അരയാതെ കിടക്കണതാ, മാലിന്യമല്ല കേട്ടോ. അതെ ഇതിലേക്കുണ്ട്. ഇതുണ്ടോ? അതെ. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കുക. നീ പറഞ്ഞ പോലെ ഒരു 5 വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ വീണ്ടും ഓൺ ചെയ്യാം. കാരണം വേവ് എങ്ങനെയുണ്ട്, ഒത്തിരി വെന്ത് കലങ്ങിപ്പോയാൽ കൊള്ളൂലല്ലോ. അതുകൊണ്ടാട്ടോ മട്ടൺ എപ്പോഴും അങ്ങനെ ചെയ്യണില്ലല്ലോ. അതുകൊണ്ടാ ലുലുവിലെ മട്ടൺ വേവ് കുറവാ സാമാന്യം. അപ്പൊ വെയിറ്റ് ഇടാറാകുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് ഞാൻ അവിടെ ഒന്ന് കഴുകിയേച്ച് തേങ്ങ അങ്ങ് അരച്ച് വെക്കാം. തേങ്ങയരപ്പ് ലാസ്റ്റാ ചേർക്കണം, പക്ഷെ തേങ്ങ അരച്ചങ്ങ് റെഡിയാക്കി വെക്കാം. ഇത് മിക്സിങ് വേറൊരു പാത്രത്തിലായിരിക്കും കേട്ടോ ചെയ്യണം. കുക്കറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വിസ്കൃത ഇല്ല. വലിയ കുക്കർ എടുക്കാൻ ആവശ്യമില്ലാത്തോണ്ട് അത് എടുത്തില്ല. ഓക്കെ, ഇത് നമുക്ക് അരയ്ക്കാം. ആ തേങ്ങ കേട്ടോ, തേങ്ങയുടെ കൂടെ അരക്കണത് എന്നാന്ന് കാണിച്ചു തരാം. പ്രത്യേകത ഉള്ള എന്തെങ്കിലും ആണോ? അതെ, അത് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, എങ്കിലും കാണിക്കാം. ഇതിൽ വെയിറ്റ് ഇടാറായി. ഇടുവാണേ. വെയിറ്റ് ഇടുമ്പോ എപ്പോഴും നോക്കണമല്ലോ തടഞ്ഞിരിപ്പുണ്ടോ എന്നിട്ടോ തടസ്സം. എപ്പോഴും വെയിറ്റ് നോക്കണം, അല്ലെങ്കിൽ അതിൽ വേറെ പോവാതെ വന്ന പ്രശ്നമാവും. പ്രഷർ എന്ത് വന്ന പ്രശ്നം ഉണ്ടാവും. നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. അത് കുതിർന്നില്ലെങ്കിൽ അടർത്തി ഇടണം. അല്ലെങ്കിൽ അത് പൊടിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുതിർന്നു അടർത്തണ്ട. കണ്ടാ അറിയാതെ ഏതാണ്ട് അരമണിക്കൂറോളം ആയെന്ന് തോന്നണം കേട്ടോ. ഇത് കുതിർത്താനിട്ടട്ടെ, അല്ലെങ്കിൽ അരയൂല. അരിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പർപ്പസ് സെർവ് ചെയ്യൂല. പണ്ട് കാലം പോലെ അപ്പ പറയണതാ ഇങ്ങനെ സ്റ്റൂവിനും ഇങ്ങനെ മപ്പാസിനും എല്ലാം കാഷ്യൂ അരച്ച് ചേർക്കണമെന്ന്. കാരണം ഈ കമ്പനിയിൽ അങ്ങനെ കിട്ടും. അപ്പൊ അപ്പയ്ക്ക് അന്ന് മുതലേ അപ്പ എപ്പോഴും പറയും അതിങ്ങനെ. ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും, പിന്നെ കൊഴുപ്പും കിട്ടും. ഞാൻ അരച്ചോണ്ട് വരട്ടെ. ആയിക്കോട്ടെ. വെള്ളം മതിയായിരിക്കും, വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ചൂട് വരാം. അരച്ചൂടെ വെച്ചാൽ മതി. എല്ലാം കഴിഞ്ഞിട്ടല്ലേ മിക്സിങ്.
തേങ്ങയും കാഷ്യും കൂടെ അരച്ചു വെച്ചേക്കണം. നന്നായി അരഞ്ഞു കേട്ടോ. അരഞ്ഞു. അത് പച്ചത്തേങ്ങ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ. മിക്സി കഴുകിയ വെള്ളം അത് ഇതില് ചാറ് ഏതായാലും അപ്പത്തിന് ആവശ്യമുള്ളല്ലോ, അപ്പൊ വേണ്ടി വരും. എന്നാലും ഇത് ആഡ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഓക്കെ, ഇനി എല്ലാം കഴുകി റെഡി ആക്കട്ടെ, അന്നേരത്തേക്ക് ഇത് വേവും. 5 വിസിൽ അടിച്ചു. ഓഫ് ചെയ്ത് ഇട്ടിട്ടൊന്ന് നോക്കാം. ആവി പോയി കഴിഞ്ഞിട്ട് തുറക്കാം കേട്ടോ. അവിടത്തെ ഇതായതുകൊണ്ട് എങ്ങനെയാന്ന് അറിയില്ല, വേവ് ഒത്തിരി അത് എല്ലെന്ന് വിട്ടു പോന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനൊരു സുഖം ഉണ്ടാവൂല. ഈ അരപ്പ് ഇത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനുള്ളതല്ലേ. അപ്പൊ പിന്നെ ഈ പൊടിയാണെങ്കിൽ പിന്നെയും വേണ്ടില്ല, അപ്പൊ കുറച്ചുകൂടെ വേവ് വരും. അപ്പൊ പിന്നെ അത് ശരിയാവൂല. അതുകൊണ്ട് നമുക്ക് ആവി പോയി കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ആവി പോവാൻ ഏകദേശം എത്ര നേരം എടുക്കും? അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് ഒക്കെ. ഉദ്ദേശം അങ്ങനെ വരും. ഞാൻ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല. അതൊക്കെ ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുമോ? ആവി പോകുമ്പോ തുറന്ന് മാറ്റുക, എന്നിട്ട് നോക്കുക. ഇപ്പൊ നമുക്ക് 5 വിസിൽ അടുപ്പിച്ച് ഓഫ് ചെയ്തിട്ടതാട്ടോ. എന്നിട്ടൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലാ, നല്ല മണം, നല്ല സ്മെല്ലാ. നല്ലോണം നെയ്യൊക്കെ ഉണ്ട്. നെയ്യുണ്ട്. ഭയങ്കര ചൂടാ. ഇച്ചിരിയുടെ വേവ് അതിലേക്ക് കയറാനുണ്ട്. കാണിക്കാം. അത് റിബ്സ് ഉണ്ടല്ലോ, റിബ്സിന് വേവ് കൂടുതലുണ്ട്. കറിക്കെട്ട് എനിക്ക് തോന്നണ ഒരുവിധം വേവായിട്ടുണ്ടെന്ന് തോന്നണം. അതിലേക്ക് പിടിക്കുമ്പോ ഇങ്ങനെ ആയിട്ടുണ്ട്. കറിക്കെട്ടിന്റെ ഒരു പീസ് കാണിക്കാം. അത് ഇങ്ങനെ ഇത് ചെയ്തില്ലല്ലോ, നോക്കട്ടെ. അതൊരുവിധം ഒക്കെ ആയിട്ടുണ്ട്. അത് രണ്ടായിട്ട് വെക്കാൻ പറ്റൂലാത്തതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് ഇച്ചിരി ബാക്കി വെക്കുക, പിന്നെ മസാല വേറെ ചേർക്കുക. രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വേവിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്കൊരു 2 വിസിൽ അടുപ്പിച്ചേച്ച് ഓഫ് ചെയ്തിടാം. എന്നിട്ട് കഴിയുമ്പോ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ആയിട്ടുണ്ടാവും. എന്തായാലും അടച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. ആദ്യം 5 വിസിൽ അടുപ്പിച്ചു. അത് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോ നിങ്ങളെ കാണിച്ചത് അത്രയ്ക്ക് വേവായില്ല. പിന്നെ 4 വിസിൽ അടുപ്പിച്ചു. അതിനുശേഷം ആവി പോയതിനു ശേഷം തുറക്കുക. ഇപ്പൊ ഏതാണ്ട് വെന്ത ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത്. ശരിക്കും വെന്തില്ലെങ്കിൽ ഏതാണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും വെന്തില്ലെങ്കിൽ എല്ലയിലൊക്കെ പിടിച്ച് കടിക്കുമ്പോഴേ ഒരു സുഖം ഉണ്ടാവില്ല. അതിങ്ങനെ ഏതാണ്ട് വേവായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. നോക്കട്ടെ. എല്ലിന്റെ പോർഷൻ തന്നെ എടുത്തു, റിബ്സിന്റെ ഇതിലുള്ള. അപ്പൊ നമുക്ക് ശരിക്കും അറിയാം. മറ്റേ കറിക്കെട്ട് എന്തായാലും വെന്തിട്ടുണ്ടാവും. നമുക്ക് നോക്കാട്ടോ. ഏതാ മസാലയുടെയാ? വെന്തു വെന്തു വെന്തു. മതി. ഓ ചൂട് ചൂട്. ഞാൻ എടുത്തോളാം അത്. എന്റെ കയ്യിൽ നിന്ന് ചുട്ടത് കിട്ടും, ചുട്ട് മറിഞ്ഞത്. ഇനി നമുക്കേ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ തേങ്ങയരിപ്പിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഡിസ്പ്ലേക്ക് ആ വലിയ വൈറ്റ് പാത്രത്തിലെടുക്കാം. കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മുടെ റഷ്യൻ മല്ലി ഇടാം. മല്ലിയില ഇന്ന് വിട്ടുപോയി പറയാൻ. റഷ്യൻ മല്ലി ഉണ്ട്, അതിട്ടാൽ മതി. ഇപ്പം കുറുമയ്ക്ക് വേണ്ടി മറ്റേ അരപ്പുകളൊക്കെ ചേർത്ത് തിളപ്പിക്കാം കേട്ടോ. ഓക്കെ, വെന്തോ? ശരിക്കും വെന്തോ? ഇനി വെന്ത് കഴിഞ്ഞല്ലേ എന്ന് വിട്ടുപോരും. തേങ്ങ കാഷ്യൂ ചേർത്ത് അരച്ചത്, മിക്സി കഴുകിയ വെള്ളം, ചിലപ്പോൾ ഇച്ചിരിയോടെ ചാറിന് ഇത് പ്ലേറ്റൊക്കെ കഴുകി ഒഴിക്കേണ്ടി വരും. അത് അവനവൻ്റെ ഇതനുസരിച്ച് ചെയ്യാം നമുക്ക്. ഏതായാലും ഇത് ആദ്യം അങ്ങ് ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ ഡിസ്പ്ലേക്ക് വേണ്ടി മറ്റേ ഡിഷിൽ കറക്റ്റായിട്ട് കാണിക്കാം. ഇപ്പം ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളെ കാണിക്കാം വൃത്തിയായിട്ട്. ചേർക്കുവാണേ. ഗ്യാസ് ഓഫാണോ? പിന്നെ ഗ്യാസ് ഓഫാ. ഗ്യാസ് ഓൺ ചെയ്യണം. ഇപ്പോൾ ഓഫാ. ആവി പറക്കണം. ഇനി നമുക്കേ ഗ്യാസ് ഓൺ ചെയ്യണം. അതിന് മുമ്പ് ഇത് ഇച്ചിരി കഴുകിയെടുക്കണം അരപ്പ്. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഗ്യാസ് ഓൺ ചെയ്ത് അധികം കുറുക്കണില്ല. നാളത്തേക്ക് കറക്റ്റ് കുറുക്കിയെടുക്കാം. ഇതല്ല, നമുക്ക് ഇളക്കി ശരിയാക്കാം. ഇച്ചിരി വറ്റിച്ചേച്ച് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. കാരണം ഇത് മട്ടൻ കുറുമ ഉണ്ടാക്കി വെക്കുന്നത് 24-ാം തീയതി ശനിയാഴ്ച വൈകിട്ടാണ്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. എന്നിട്ട് നാളെ മൈക്രോവേവിൽ ചൂടാക്കും. ചൂടാക്കി വെച്ച് നിങ്ങൾക്ക് തവയിൽ കാണിക്കാം അപ്പത്തിന്റെ കൂടെ കഴിക്കുമ്പോ. അപ്പൊ നമ്മള് എങ്ങനെയാന്നുള്ളതൊക്കെ ബാലൻസ് ഉള്ള കാര്യങ്ങൾ അന്നേരം ആഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോ ഒരു കമ്മിക്ക് മസാലയും സംഗതികളും ഒക്കെ ഇട്ട് ശരിയാക്കി. സ്മെല്ല് കൊണ്ട് തെറ്റില്ല എന്ന് എനിക്ക് തോന്നി. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ ഉപ്പൊന്ന് നോക്കണം.
ഇച്ചിരി പോരായി ഉണ്ടെന്ന് നാളെ ചേർക്കാം. ആ എന്ന് വെച്ചാൽ കൂടി പോയാലേ പ്രശ്നമാവും. പ്രശ്നം നാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ എന്തായാലും നോക്കണമല്ലോ ശരിക്കും, അന്നേരം ചെയ്യാം. ഇതൊന്ന് തിളയ്ക്കാൻ നമുക്ക്. ആ തിളച്ച് കഴിഞ്ഞിട്ട് തേങ്ങാ പാലല്ലല്ലോ, തേങ്ങ അരപ്പല്ലേ ചേർത്തേക്കണേ. അപ്പം ശരിക്കും തിളയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കറി കേടായി പോകും. പച്ചത്തേങ്ങ അരച്ചതല്ലേ ചേർത്തേക്കണേ. അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിൽ വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലാക്കാം. ഓക്കെ. ഞാനില്ലേ ഇത് എങ്ങനെ അങ്ങ് ഒഴിക്കുക. അതെന്നാന്നറിയാമോ, കോഴി മറ്റേ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് മറ്റേ ചെറ്റക്കൈയിലല്ല എടുത്തത്. ഇതങ്ങ് ഒഴിച്ചേക്കാം അല്ലേ, ഇപ്പം ഇത് വെച്ചേക്കണ്ട, കഴിക്കാൻ വരെ കയ്യിലെടുക്കാം. ഇതായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. സ്പൂൺ ഇടാം. അപ്പം മേശപ്പുറത്തേക്ക് വെക്കാം. ഈ സ്പൂൺ ഇട്ടാൽ പോരെ, ഇതല്ലേ നല്ലത്. മതി മതി മതി, ഇതാ നല്ലത്. ദേ ഒരു ടൊമാറ്റോ കുഞ്ഞിതായിട്ട് നുറുക്കി അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ റഷ്യൻ മല്ലിയ ഇട്ടേക്കണത്. ഇന്നലെ പിന്നെ മല്ലിയിലയുടെ വിട്ടുപോയായിരുന്നു, അതുകൊണ്ട് നോക്കട്ടെ. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ചൂടാക്കുമ്പോൾ ഇച്ചിരി ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചേക്കണം, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കുറുകലായിരിക്കും. നമുക്ക് അപ്പം ഇതും കൂടെ മേശയിലേക്ക് വെക്കാം. ബാ പോരെ. അരികെ മുരിഞ്ഞിരിക്കുന്ന അപ്പം ഇവിടെ വേണം, അതുകൊണ്ടാണ് ഞാൻ അരികെ മുരിച്ചെടുക്കണം. പക്ഷെ അതിന് നല്ല ഡിലേ വരും കേട്ടോ ചൂടാൻ. ഓരോന്നേ കോരി ഒഴിച്ച് ഫുള്ളിലിട്ടേച്ച് പകുതി വെന്ത് കഴിയുമ്പോൾ സിമ്മിലേക്ക് മാറ്റണം. അപ്പൊ ഏറ്റവും സിമ്മിൽ കിടന്ന് എടുക്കണം, എന്നാലേ മുരിങ്ങി വരുള്ളൂ. പിന്നെ ഒരു സ്വല്പം പഞ്ചസാരയും കൂടെ ചേർക്കും കേട്ടോ മാവിന്റെ കൂടെ. അപ്പൊ ഈ സിമ്മിലിട്ടാൽ മാത്രമേ മുരിങ്ങി വരുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നടുക്ക് കരിഞ്ഞു ഇരിക്കും, ഒരു സുഖം ഉണ്ടാവൂല. അപ്പൊ ഞങ്ങൾ പതുക്കെ പിന്നാലെ വരാം. അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ചുട്ടോണ്ടിരിക്കും. അതാ സൈഡ് പ്ലേറ്റ് വേണോ കറി ഒഴിക്കാൻ? അപ്പത്തിലേക്ക് ഒഴിക്ക് വേണോ? എന്നാ ആവശ്യത്തിനെടുത്തോ. ഞാൻ എൻ്റെ കൈ അലമ്പായി ഇടാൻ. അപ്പൊ ആവശ്യത്തിനെടുത്തോട്ട്, ധാരാളം ചുടാനുണ്ട്. എങ്ങനെയാണെന്നറിയാമോ, ഈ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പാലപ്പം ചുടുമ്പോ. അതായത് കള്ളപ്പവും വട്ടയപ്പവും വെള്ളയപ്പവും എനിക്കറിയായിരുന്നുള്ളൂ. അതെന്നെ പഠിപ്പിച്ചത് ഗ്രാൻഡ് മദർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ കോട്ടപ്പടിയിലെ അമ്മായിയാണ് അതിന്റെ സ്പെഷ്യലിസ്റ്റ്. ഞങ്ങളുടെ വീട്ടില് ചുട്ടോണ്ടിരിക്കുക. അപ്പം ഈ പാലപ്പം ഉണ്ടാക്കാൻ പഠിച്ചത് ഞാൻ ഇവിടെ വന്ന മമ്മിയാ പറഞ്ഞു തന്നത്. വീട്ടിലെ മഞ്ജു ചേച്ചിയുടെ എംബിച്ചാസിൻ്റെ അമ്മ, എൻ്റെ ചേച്ചി ജ്യേഷ്ഠൻ്റെ ഭാര്യ. പിന്നെ അതുകൂടാതെ ജെസ്സി ആൻറ്റി, അവരുടെ രണ്ടുപേരുടെയും ടിപ്പ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കണേ. അന്ന് മറച്ചിട്ട് വെച്ച അല്ലേ കോഴിക്കൊണ്ട് വരച്ചേക്കോ. യമ്മി മട്ടൻ കറി കൂട്ടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് വീടുക. ഫസ്റ്റ് ടൈം പാലപ്പം ഉണ്ടാക്കാനായിട്ട് അത് വിജയിച്ചാലല്ലേ അപ്പച്ചട്ടി മേടിക്കേണ്ട കാര്യമുള്ളൂ. മമ്മിയുടെ വീട്ടിൽ നിന്ന് അപ്പച്ചട്ടി എടുത്തുകൊണ്ട് വന്നാൽ ഞാൻ പാലപ്പം ചുട്ടത്. അതായത് മഞ്ജു ചേച്ചി അപ്പച്ചട്ടി ഇവിടെ കൊണ്ടുപോയി തന്നതാ. തിരിച്ച് അപ്പ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പ ചോദിച്ചു എങ്ങനെയുണ്ട് കുഞ്ഞോനെ അപ്പം ചുട്ടിട്ടെന്ന് പറഞ്ഞപ്പോ മമ്മിയോട് അപ്പ പറഞ്ഞു, ചേടിച്ചാരുടെ അപ്പത്തിന്റെ പരിസരത്ത് എത്തി തുടങ്ങണേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ മമ്മി കുടഞ്ഞന്നങ്ങ് ചിരിച്ചു. എന്നിട്ട് മമ്മി പറഞ്ഞു ആയി വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ മമ്മിയാണ് പാലപ്പത്തിന്റെ ഗുരു. എന്റെ കേട്ടോ, ഞാൻ എന്റെ കാര്യം പറയണതാ. ഞാൻ ഓപ്പൺ ആയിട്ടങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. നീ കഴിച്ചോ, ഞാനിപ്പോ വരാം. ചൂട് വരാം, വേണമെങ്കിൽ ചൂട്. പീസ് എങ്ങനെയുണ്ട് മട്ടന്റെ? ബെസ്റ്റ് പീസാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണോ? റിബ്സ് ആൻഡ് കറി കട്ട്. ആ റിബ്സിന്റെ എല്ലൊക്കെ കടിച്ചു തിന്നാ. ചൂടുള്ളത് വേമ്പാ. നമ്മുടെ ഡെലീഷ്യസ് മട്ടൻ കുറുമ. ചൂട് തരാട്ടോ, ചൂട് ഓരോ കൂടി ഉള്ളത് ചൂട്. പിന്നെ എനിക്ക് ഇതെന്നാ പറയാം, അരി ഇങ്ങനെ ആവാൻ വേണ്ടി കുറെ പ്രയത്നമുള്ളതാ. ഭയങ്കര ഡിലേ ആകുന്നു. ഇത് കണ്ടോ, ഈ അപ്പം കണ്ടോ, ഇതതിൻ്റെ ഒരു കറക്റ്റ് ഫോർമാറ്റാണ്. അതായത് ഈ ബ്രൗൺ ലേസ്, നടുക്ക് വൈറ്റ്, ചുറ്റും ബ്രൗൺ ലേസ്.
വളരെ ബുദ്ധിമുട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ.